ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. സാധാരണയായിട്ട് നമ്മൾ ഒരു മത്സരത്തിനെ പറ്റിയുള്ള ഒരു അവലോകനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്കോറുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. പക്ഷേ ഇന്ന് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു പേരെന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശിയുടെ പേരാണ്. വളരെ വളരെ സന്തോഷം തോന്നുന്ന അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റിന്റെ ഒരു അങ്ങ് കൊടുമുടിയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. കാരണം 14 വയസ്സുള്ള ഒരു പയ്യൻ IPL പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്രിക്കറ്റ് ലീഗിൽ ഇത്ര ഒരു മനോഹരമായ പെർഫോമൻസ്, എന്താണ് പറയേണ്ടതെന്ന് പോലും വാക്കുകൾ കിട്ടാത്ത ഒരവസ്ഥയിലാണ് ഞാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ഈ ഒരു കളർ പോലും ഞാൻ രാജസ്ഥാൻ റോയൽസിൻ്റെ ആണ്. എല്ലാ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആരാധകരും എന്നോട് ക്ഷമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു പ്രകടനമാണ് വൈഭവ് സൂര്യവംശിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ മത്സരത്തിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് വൈഭവ് സൂര്യവംശിയെ പറ്റി 2 വാക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ഓപ്ഷനിൽ അദ്ദേഹത്തിനെ 14 വയസ്സുള്ള ഒരു പയ്യനെ രാജസ്ഥാൻ റോയൽസ് വിളിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ആളുകൾക്കിടയിൽ ഒരു യങ്സ്റ്ററിന് ഒരു ചാൻസ് കൊടുത്തു, അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിംഗ് റൂമിലെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ടീമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതൊക്കെയാണ് എല്ലാവരും കരുതിയിരുന്നത്. ഞാൻ ഇദ്ദേഹത്തിനെ പറ്റി കേൾക്കാൻ തുടങ്ങിയത് 2 വർഷം മുന്നെയാണ്. 2 വർഷം മുന്നേ എൻ്റെ അക്കാഡമിയിലുള്ള ഒരു പയ്യൻ ഈ അണ്ടർ-19 ഇന്ത്യൻ ടീമിൻ്റെ ഒരു ചലഞ്ചർ ട്രോഫി എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 60 പേര് പങ്കെടുക്കുന്ന ചലഞ്ചർ ട്രോഫി, അതിൽ നിന്നാണ് പിന്നെ അണ്ടർ-19 ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. അതിലേക്ക് എൻ്റെ ഒരു പയ്യന് ഇവിടെ നിന്ന് സെലക്ഷൻ കിട്ടിയിരുന്നു. അപ്പോൾ അവൻ അവിടെ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അവൻ പറഞ്ഞിരുന്നു, ഒരു 12 വയസ്സുള്ള ഒരു പയ്യൻ ആ ടീമിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ 60 പേരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ബീഹാറിൽ നിന്നുള്ള ഒരു പയ്യനാണ് വൈഭവ് സൂര്യവംശി എന്നാണ് പേരെന്നൊക്കെ. അന്നൊന്നും പക്ഷെ ഒരു അത്ഭുതമൊന്നും നമുക്ക് തോന്നിയിരുന്നില്ല, വലിയൊരു അത്ഭുതമൊന്നും തോന്നിയിരുന്നില്ല. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം അണ്ടർ-19 ഇന്ത്യൻ ടീമിൽ കളിച്ചത്. അണ്ടർ-19 ഇന്ത്യൻ ടീമിൽ കളിച്ച സമയത്ത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന കുറേ മത്സരങ്ങൾ ഞാൻ കണ്ടിരുന്നു. ആ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ചില ഷോട്ടുകൾ, അദ്ദേഹം കളിക്കുന്ന ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അപ്പോഴും മനസ്സിലായിരുന്നു. പക്ഷേ ടാലൻറ്റ് കൊണ്ട് മാത്രം ക്രിക്കറ്റിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്രയും വലിയൊരു സ്റ്റേജിൽ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു സംഭവമാണ് IPL എന്ന് പറയുന്നത്. അതിൽ ഇത്രയും ലോകോത്തര താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഫോർമാറ്റിൽ കളിക്കുന്ന സമയത്ത് മനക്കട്ടി എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മെന്റൽ സ്ട്രെങ്ത്തിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ടും കൂടെ ചേർന്ന് കിട്ടിയിരിക്കുന്നു വൈഭവ് സൂര്യവംശിക്ക്. അദ്ദേഹത്തിന് നല്ല ടാലന്റ് ഉണ്ട്, ഒപ്പം തന്നെ നല്ല ഒരു ധൈര്യമുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് തോന്നിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു മെച്യൂരിറ്റിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 അടിച്ചപ്പോഴും സെഞ്ചുറി നേടിയപ്പോഴും ഒന്നും തന്നെ വലിയ ഒരു ആഘോഷ പ്രകടനങ്ങളൊന്നും അദ്ദേഹം എടുത്ത് ചാടുകയോ തുള്ളിക്കൊണ്ട് ഓടുകയോ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ല ഒരു മെച്യൂരിറ്റി അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ്. അതെനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു ഫ്യൂച്ചർ താരം എന്നൊക്കെ നമ്മൾ പല താരങ്ങളെയും നമ്മൾ പറയാറുണ്ട്. പല താരങ്ങളും നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കുമ്പോൾ അവർ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു പുതിയ താരം, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ താരോദയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ 14 വയസ്സുള്ള ഒരു കുട്ടി, 14 വയസ്സും 32 ദിവസവും മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഈ TV കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. 14 വയസ്സും 32 ദിവസവും മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്. ആ ഒരു പ്രായത്തിൽ ഇതുപോലെയുള്ള IPL പോലെയുള്ള ഒരു വലിയ സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ്, ഞാൻ പറഞ്ഞു ഓപ്ഷനിൽ അദ്ദേഹത്തിന് 1 കോടിക്ക് മുകളിലുള്ള ഒരു തുകയ്ക്ക് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയപ്പോൾ ആ ഒരു ഡ്രസ്സിംഗ് റൂമിലൊക്കെ വന്നിട്ട് കുറച്ചൊരു എക്സ്പീരിയൻസ്, വലിയ വലിയ താരങ്ങൾ അവരുടെ ടീമിലുണ്ട്, സഞ്ജു സാംസൺ അടക്കമുള്ളവർ അവരുടെ ടീമിലുണ്ട്, അവരുടെ ഒരു എക്സ്പീരിയൻസ് ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു പെർഫോമൻസ് ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചില്ല. ആദ്യ മത്സരത്തിൽ ഒരു 30 റൺസ് നേടിയപ്പോൾ അതിൻ്റെ ഒരു മിന്നലാട്ടങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു. 17 ബോളുകളിൽ 50 തേച്ചു. അതിനുശേഷം 35 ബോളുകളിൽ അദ്ദേഹം സെഞ്ചുറി തേച്ചിരിക്കുകയാണ്. അതും ലോകോത്തര ബോളർമാരെയാണ്. നമ്മൾ ഈ ഒരു ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ്. ആ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിനെയാണ് തലങ്ങും വിലങ്ങും അദ്ദേഹം പ്രഹരിച്ചിരിക്കുന്നത്. 100 ടെസ്റ്റ് മാച്ചുകൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഇഷാന്ത് ശർമ്മയുടെ ഒരു ഓവറിൽ 28 റൺസാണ് ആ പവർ പ്ലേയിൽ സൂര്യവംശി നേടിയത്. അതിനുശേഷം കരീം ജാനറ്റ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ഓൾറൗണ്ടറെ ഒരു ഓവറിൽ 30 റൺസ് നേടുകയും ചെയ്തു. ഈ 30 റൺസ് 3 സിക്സറുകളും അതുപോലെ തന്നെ 3 ബൗണ്ടറികളുമായിരുന്നു. 11 സിക്സറുകളാണ് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം നേടിയിരിക്കുന്നത്. അതും ആ ഒരു ടീമിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച്. രാജസ്ഥാൻ റോയൽസിന്റെ ഹോം ഗ്രൗണ്ടാണ് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയം. അവിടെ വെച്ച് ഇത്രയും അധികം ആരാധകരുടെ മുന്നിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് അദ്ദേഹം
അദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു. ബീഹാറിൽ നിന്നുള്ള താരമാണ് വൈഭവ് സൂര്യവംശി. ബീഹാർ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ക്രിക്കറ്റാണ്. കഴിഞ്ഞ വർഷത്തെ രഞ്ജി ട്രോഫി മത്സരത്തിൽ അവിടെ 2 ടീമാണ് കളിക്കാനായിട്ട് വന്നത്. ഗുജറാത്തിന്റെ ലേബലിൽ കളിക്കാൻ വന്നത് 2 ടീമുകളാണ്. അതായത് അവിടെ അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അസോസിയേഷനുകൾ തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടീമിൽ സൂര്യവംശി ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ചത്. ആ ഒരു ടീമിലും അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ IPL പോലത്തെ ഇങ്ങനത്തെ ഒരു വേദിയിൽ ഇത്രയും നല്ല ഒരു പ്രകടനം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. 209 റൺസ് എന്ന് പറയുന്നത് വെറും 15.5 ഓവറിലാണ് രാജസ്ഥാൻ റോയൽസ് ചേസ് ചെയ്തിരിക്കുന്നത്. അതും എന്താ പറയുക 25 ബോളുകൾ ബാക്കിയുള്ള ഒരു സമയത്താണ്. ഒരു സമയത്ത് പിച്ച് കുറച്ചൊന്ന് സ്ലോ ആയിരുന്നു എന്നൊരു തോന്നലുണ്ടാക്കിയിരുന്നു. പക്ഷേ സൂര്യവംശി ബാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം മാറി മറയുന്ന ഒരു പ്രകടനമായിരുന്നു. പലപ്പോഴും പല മത്സരങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഇതുപോലെയുള്ള നല്ല പെർഫോമൻസുകൾ. പക്ഷേ സൂര്യവംശിയുടെ ഈ ഒരു പ്രകടനം എന്ന് പറയുന്നത് IPLന്റെ ഹിസ്റ്ററിയിൽ തന്നെ, അല്ലെങ്കിൽ IPLന്റെ ഇത്രയും നാളത്തെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമാണ്. അത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രായം തന്നെയാണ്. വെറും 14 വയസ്സിൽ പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കേരളത്തിന് വേണ്ടി കുറേ രഞ്ജി ട്രോഫി മത്സരം കളിച്ചിട്ടുള്ള താരമാണ്. 14 വയസ്സിൽ ക്രിക്കറ്റ് പോലും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പ്രായത്തിലാണ് അദ്ദേഹം വന്ന് ഇത്രയും നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതും ഒട്ടും ഭയമില്ലാതെ, ലേശമില്ലാതെയാണ് അദ്ദേഹം ഈ 140 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ബോളുകളെ അടിച്ചകറ്റുന്നത്. അതുപോലെ തന്നെ റഷീദ് ഖാൻ എന്ന് പറയുന്ന ലോകോത്തര സ്പിന്നറേയും എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. വളരെ ഈസി ആയിട്ടാണ് അവരെയൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തത്. നല്ലൊരു സ്വിങ്, ബാറ്റിന്റെ മനോഹരമായിട്ടുള്ളൊരു സ്വിങ് ആണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ നല്ല അടികൾ, നല്ല ശക്തിയുള്ള അടികൾ നല്ലപോലെ ക്ലിയർ ചെയ്യാൻ കഴിവുള്ള ഒരു താരമാണ് സൂര്യവംശി എന്നുള്ളതാണ്. ഏതായാലും മത്സരത്തിനെ പറ്റി കൂടുതലായിട്ട് പറയണമെന്നുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിനേക്കാൾ മുമ്പ് ഈ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. ഏതായാലും മത്സരത്തിൽ 209 റൺസാണ് ഗുജറാത്ത് ടൈറ്റൻസ് നേടിയത്. ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും എപ്പോഴത്തെയും പോലെ ഒരു മികച്ച തുടക്കം നൽകുകയും ചെയ്തു. അതിനുശേഷം സായ് സുദർശൻ ഒരു 30-ൽ കൂടുതൽ റൺസ് നേടി ഔട്ടായി. ശുഭ്മാൻ ഗില്ല് 80-ൽ കൂടുതൽ റൺസ് നേടിയിരുന്നു. അവസാനം ജോസ് ബട്ട്ലറിന്റെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം, അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി നേടി. അതാണ് 209 എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് ഗുജറാത്ത് ടൈറ്റൻസിനെ എത്തിച്ചത്. ആ ഒരു 209 എന്ന് പറയുന്ന സ്കോറിൽ എത്തിയപ്പോൾ തന്നെ രാജസ്ഥാൻ റോയൽസ് തോൽക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. കാരണം എന്താ വെച്ചാൽ അവർ ഒട്ടും ഫോമിലല്ലാതെ നിൽക്കുന്ന ടീമാണ്. ബാറ്റിംഗ് ഓർഡറിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വിള്ളലുകളുണ്ട്. പക്ഷേ അതെല്ലാം അസ്ഥാനത്താക്കുന്ന ഒരു പ്രകടനമായിരുന്നു. ആകെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് യശസ്വി ജയ്സ്വാളിന്റെ ഒരു ക്യാച്ച് ജോസ് ബട്ട്ലർ ഇനീഷ്യലി തുടക്കത്തിൽ തന്നെ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ ഒരു സൈഡിൽ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വൈഭവ് സൂര്യവംശിയെ നമ്മൾ ഇത്രത്തോളം പുകഴ്ത്തി പറയുമ്പോൾ ഒപ്പം തന്നെ യശസ്വി ജയ്സ്വാളിനെയും എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരു സെക്കൻഡ് ഫിഡിൽ പോലെ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് നൽകുന്ന രീതിയിലാണ് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് യശസ്വി ജയ്സ്വാൾ ബാറ്റ് ചെയ്തത്. അദ്ദേഹവും ഒരു അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നു. അതുപോലെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ക്യാപ്റ്റൻ റിയാൻ പരാഗിന്റെ ഒരു മനോഹരമായ ഒരു 30-ൽ കൂടുതൽ റൺസ് എല്ലാം കൂടെ ചേർന്നപ്പോൾ ഒരു 1 സൈഡഡ് ആയിട്ടുള്ള മത്സരം. 25 ബോളുകൾ ബാക്കി നിൽക്കുമ്പോഴാണ് രാജസ്ഥാൻ റോയൽസ് ഈ വിജയം പിടിച്ചെടുക്കിയിരിക്കുന്നത്. ഏതായാലും ടൂർണമെന്റിൽ അവർക്ക് മുന്നിലേക്ക് വരിക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോഴും 8ാമത്തെ പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഇതൊരു നല്ല ജയമാണ്. കാരണം 15.5 ഓവറിൽ ജയിച്ചത് കൊണ്ട് തന്നെ റൺ റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. മാത്രമല്ല ഇങ്ങനെയുള്ള വിജയങ്ങൾ ഇനിയുള്ള മത്സരങ്ങളിലും അവർക്ക് തുടരാനായിട്ട് സാധിച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഹോപ്പ് ഉള്ളൂ. പക്ഷേ രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു മികച്ച താരം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്താ പറയുക, ഫ്യൂച്ചർ താരമെന്ന് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഭാവി താരത്തിനെ എങ്ങനെ വേണമെങ്കിൽ നമ്മൾക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു താരം ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. ഈവൻ ഗുജറാത്ത് ടൈറ്റൻസിന്റെ കടുത്ത ആരാധകർ പോലും ഇത് സമ്മതിക്കുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഏതായാലും മനോഹരമായ ഒരു മത്സരം കാണാനുള്ള ഭാഗ്യമുണ്ടായി. സാധാരണ നമ്മളെപ്പോഴും നല്ലൊരു മത്സരം എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്ന മത്സരങ്ങളെയാണ് നമ്മൾ നല്ല മത്സരങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു ക്ലോസ് ഫിനിഷ് അല്ലായിരുന്നു, ഒരു 1 സൈഡഡ് ആയിട്ടുള്ള മത്സരമായിരുന്നു. പക്ഷേ ഈ ഒരു 14 വയസ്സുകാരൻ ഇന്ത്യയുടെ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഒരു അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. വൈഭവ് സൂര്യവംശി ഒരു ബിഗ് സല്യൂട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മനോഹരമായ ഒരു പ്രകടനം ഈ ഒരു പ്രായത്തിൽ 14 വയസ്സിൽ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നു എന്നുള്ളത്. അദ്ദേഹം ഇനി ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ താരമായിട്ട് മാറട്ടെ. സച്ചിൻ ടെണ്ടുൽക്കറിനെയൊക്കെ പോലെ ഇന്ത്യ ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള ക്രിക്കറ്റ് താരങ്ങളെ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ 16 വയസ്സിലാണ് ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചത്. അതിന് മുന്നേ തന്നെ അരങ്ങേറ്റം കുറിക്കാനും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ഭാവി താരമായിട്ട് നിൽക്കാനും വൈഭവ് സൂര്യവംശിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.